സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനെ ആന്റിയമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. കൃപയ്ക്കാണ് ഏറ്റവും സന്തോഷം. കാരണം അവൾക്ക് കുസൃതി കാട്ടി പിന്നാലെ നടക്കാൻ രണ്ടേട്ടന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ. കൃഷ്ണനും സന്തോഷമുണ്ട്. കാരണം ഇത്ര നാളും തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഏട്ടനെ കിട്ടിയിരിക്കുകയല്ലേ. തനിക്ക് ഏട്ടാന്ന് വിളിക്കാൻ ഒരാളെ കിട്ടുന്നതോടുകൂടി തന്നെ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കൃഷ്ണന്. കൂടാതെ തന്റെ കൺമണിയും കൂടെയുണ്ടല്ലോ എപ്പോഴും. ആദ്യമൊക്കെ പല വിരഹങ്ങളും അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ മുഴുവൻ സമയം കൺമണി തനിക്ക് അരികിലുണ്ടല്ലോ. കൂടാതെ തനിക്ക് തല്ല് പിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരാളെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇത്ര നാൾ ബലരാമനെ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തിയതിൽ കൃഷ്ണന് കള്ള കുറ്റബോധമുണ്ട്. ഇത്ര സ്നേഹവും നന്മയും നിറഞ്ഞ തന്റെ സ്വന്തം ഏട്ടനെയാണല്ലോ താൻ മാറ്റി നിർത്തിയത് എന്ന് ആലോചിച്ച് വല്ലാത്ത പശ്ചാത്താപം കൃഷ്ണന് തോന്നുന്നുണ്ട്. കൃപയ്ക്കും ആ കുറ്റബോധമുണ്ട്. എന്താന്ന് വെച്ചാൽ താൻ എന്തൊക്കെയാണ് തന്റെ ഏട്ടനെ പറഞ്ഞത്. ഏട്ടനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വരെ പറഞ്ഞല്ലോ. കൺമണിയെയും കൃഷ്ണേട്ടനെയും രക്ഷിച്ചതോടെ തന്റെ ദേഷ്യമൊക്കെ മഞ്ഞുരുകുന്നത് പോലെ അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഇത്രയും കാലം അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് ഏട്ടൻ വല്ലാത്ത വിഷമം അനുഭവിച്ചു. ഇനിയെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഏട്ടൻ ആവോളം അനുഭവിക്കണം. അതിനുശേഷം ഏട്ടനെ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. ഏട്ടന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവോ, വരട്ടെ, ഏട്ടനോട് തന്നെ ചോദിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് കൃപ. ഇതിൽ ഏറ്റവും സങ്കടം അനുഭവിക്കുന്നത് ഭാഗ്യശ്രീയാണ്. ബലരാമന്റെ സ്വന്തക്കാരെ കിട്ടിയതോടെ ആരുമില്ലാതായി പോയത് ഭാഗ്യശ്രീക്കാണ്. അത് അവളെ വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. പുറമേ വളരെ തന്റേടിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യശ്രീ വളരെ നല്ലവളും പാവവുമാണ്. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അവരില്ലാത്തതുപോലെയാണല്ലോ അവൾക്ക്. മാത്രവുമല്ല അവരുടെ നെറുകെട്ട പ്രവൃത്തി കൊണ്ട് അവൾക്ക് അവരെ ഇഷ്ടവുമല്ല. അവൾക്ക് ആകെ സ്വന്തമാണെന്ന് പറയാനുണ്ടായിരുന്ന ഒരേ ഒരാൾ ബലരാമനാണ്. അതാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബലരാമനാണെങ്കിൽ ഭാഗ്യശ്രീയെ കാണാനായിട്ട് വീട്ടിൽ വരുന്നുണ്ട്. അതേസമയം ഭാഗ്യശ്രീ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഏട്ടന് സഹോദരിയൊക്കെ തിരിച്ചു കിട്ടിയില്ലേ എന്നും എനിക്കിനി ഏട്ടന്റെ ജീവിതത്തിൽ എന്താ സ്ഥാനം എന്നും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല മോളെ, നിങ്ങൾ 3 പേരും എൻ്റെ സഹോദരരാണ്. നിങ്ങളെ ഒരിക്കലും ഞാൻ വേർതിരിച്ച് കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബലരാമൻ. അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഭാഗ്യശ്രീയും കരയുന്നുണ്ട്. പിന്നീട് രാത്രി കൃഷ്ണ കൺമണിയെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയാണ്. ഗോകുലിനോടും ശ്രീനിയോടും എല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട് കൃഷ്. അവർക്ക് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. കൃഷ് ഏട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്നും കൺമണിയെ കിട്ടുമെന്നൊക്കെ കൃഷ് പറയുന്നുണ്ട്. ഇത്ര നാളും തെറ്റിദ്ധരിച്ച് അകറ്റി നിർത്തിയത് ശരിയായില്ലെന്ന് തോന്നുന്നു എന്നും പറയുന്നുണ്ട്. ബലരാമൻ കൃഷ്ണനെയും കൺമണിയും തിരിച്ചു കൊണ്ടാക്കിയതിനു ശേഷം കൃപയൊക്കെ കണ്ടതിന് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് പോകുന്നത്. കൃഷാണെങ്കിൽ കൺമണിയുടെ മുറിയിലൊക്കെ കയറുന്നുണ്ട്. അവിടെ അവര് റൊമാൻറ്റിക് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൺമണിയോടും ശ്രീനിയോടും യാത്ര പറഞ്ഞ് കൃഷ് പോകുന്നുണ്ട്. ആന്റിയമ്മയും ബലരാമനെ അംഗീകരിക്കുന്നുണ്ട്. ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ അതോ ആക്ടിങ് ആണോ എന്നറിയില്ല. ആന്റിയമ്മ മാനസിയെ വിളിച്ചെല്ലാം പറയുന്നുണ്ട്. നീ തളർന്നു പോകരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാം പറയുന്നത്. സാഗർ കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം ഗംഭീരമായിട്ട് തന്നെ നടത്തണം നമുക്കെന്ന് സുജിയോട് പറയുമ്പോൾ, മൂത്ത മകൻ നിൽക്കുമ്പോൾ ഇളയ മകന്റെ കല്യാണം എങ്ങനെ നടത്തും സാഗർ, ആൾക്കാർ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുകയാണ് സുജാത സാഗറിനോട്.